അറിഞ്ഞുകൊണ്ട് നമുക്ക് തന്ന മഹാഭാഗ്യം ഇത്. അതിനെ വാരിക്കോരി ദാനം ചെയ്യാൻ പോയാലേ ദൈവത്തിന് തന്നെ അത് ഇഷ്ടപ്പെടില്ല. നീ ചിരിക്കണ്ട, ഞാൻ ഈ പറഞ്ഞത് തന്നെയാ സത്യം. ഇത്രയും നാളും നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ വസ്തുവിന്റെ കാര്യം അമ്മയോട് ഒരു പറയാത്ത തെറ്റ് തന്നെയാ എന്ന് കരുതി ഒരല്പം മനുഷ്യത്തെ നമുക്ക് കാണിച്ചൂടെ ചേച്ചി? നിങ്ങളെ രണ്ടാളും കൂടെ രാവിലെ തന്നെ ഭാവനേച്ചി പോയി കാണാം. എന്നിട്ട് ചേച്ചി പറയുന്നത് പോലെ ചെയ്. അതാ ബാമേച്ചി നല്ലത്. ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ചേച്ചി ഏൽപ്പിക്കാം. ഞാൻ വരാം, പക്ഷെ ഞാൻ ചേച്ചിയോട് അവർക്കൊന്നും കൊടുക്കണ്ടെന്നേ പറയൂ. എന്നാ ഭാവനേച്ചി ബാമേച്ചിയെ വഴക്ക് പറയാനാ ചാൻസ്. എന്നാലും ഞാൻ ഇത് തന്നെ പറയും. ഭാമേച്ചിക്ക് ഇത് ആരുടെ സ്വഭാവം ഭരത്തേട്ടാ? ഒരല്പം പോലും ദയയില്ലാതെയാണല്ലോ സംസാരിക്കുന്നേ. ഈ പറയുന്നതേ ഉള്ളൂ വരുന്നത്. അവസാനം എല്ലാവർക്കൊപ്പം കൂടുകയും ചെയ്യും. ഞാൻ പിന്നെ വിളിക്കാവേ. ശരി. ചേച്ചി, ഭാമേ, ചേച്ചി, ഭരത്തെ, ഇതെന്താ രണ്ടാളൂടി രാവിലെ? അരുന്നതയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അവൾ അങ്കിളിനോടൊപ്പം എവിടെ പോയേക്കോ ചേച്ചി? ഏട്ടനില്ലേ ചേച്ചി? ഉണ്ട്. എന്താ ഭാമേ, എന്തോ കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ രണ്ടാളൂടി ഇത്ര രാവിലെ വരില്ലേ? അതെ ചേച്ചി, നമുക്കെല്ലാം സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാ ഞങ്ങള് വന്നത്. ആണോ? എന്നാ ഭാഗത്തോട്ടിരിക്കാം, വാ. ഇവിടെ നിന്ന് പറയാൻ ചേച്ചി, മറ്റാരും ഇപ്പൊ അറിയണ്ട. അത്രയ്ക്ക് സീക്രട്ട് ആണോ?